ഇന്ന് ജൂൺ 29 ജൂലൈ 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയേണ്ടത്. വേറൊന്നുമല്ല, നിയമ മാറ്റമാണ് ജൂലൈ 1 മുതൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. 5 വലിയ മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പോക്കറ്റിൻ്റെ ഭാരം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ജൂലൈ മാസം ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. എല്ലാ മാസത്തെയും പോലെ ആദ്യ ദിനം മുതൽ തന്നെ രാജ്യത്ത് പ്രധാന മാറ്റങ്ങൾ നടപ്പിലാക്കി തുടങ്ങും. ഇത് എല്ലാവരുടെയും പോക്കറ്റിനെ ബാധിക്കും. അടുക്കളയിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളുടെ വില മുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിനുള്ള ചാർജുകളുടെ വർധന വരെ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. ജൂലൈ 1 മുതൽ ഇന്ത്യൻ റെയിൽവേയും അതിൻ്റെ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എല്ലാ മാസവും 1-ാം തീയതി എണ്ണ വിപണന കമ്പനികൾ LPG സിലിണ്ടറുകളുടെ വിലയിൽ വരുത്തുന്ന മാറ്റങ്ങളിലാണ് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ കണ്ണുകൾ. ജൂൺ തുടക്കത്തിൽ എണ്ണ കമ്പനികൾ 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറയ്ക്കാൻ സിലിണ്ടറിന് 24 രൂപ വരെ കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും 14 കിലോഗ്രാം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില വളരെ കാലമായി മാറ്റമില്ലാതെ തുടരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവയുടെ വിലയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. LPG വിലകൾക്കൊപ്പം കമ്പനികൾ ജെറ്റ് ഇന്ധനത്തിൻ്റെ വിലകളും പരിഷ്കരിച്ചേക്കാം. ഇത് വിമാനയാത്രക്കാരെയും ബാധിക്കും. ഇനി ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തോടെ മറ്റൊരു വലിയ മാറ്റം ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടതാണ്. 2025 ജൂലൈ 1 മുതൽ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ കൂടുതൽ ചിലവേറിയതായി തീരും. വാസ്തവത്തിൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ഉപയോക്താക്കൾ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുന്നതിന് അധിക ഫീസ് നൽകേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് വസ്തുത. കൂടാതെ HDFC ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ വാലറ്റുകളിൽ ഒരു മാസം 10,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നതിന് 1% ചാർജ് ഈടാക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ സാമ്പത്തിക മാറ്റം ICICI ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മെട്രോ നഗരങ്ങളിൽ 5 സൗജന്യ ഇടപാടുകളുടെ പരിധിക്ക് ശേഷം ICICI ബാങ്ക് ATMകളിൽ നിന്ന് പിൻവലിക്കുന്നതിന് 23 രൂപ ഫീസ് ഈടാക്കും. മെട്രോ നഗരങ്ങളല്ലാത്ത നഗരങ്ങളിൽ ഈ പരിധി 3 നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ IMPS ട്രാൻസ്ഫറുകൾക്ക് പുതിയ നിരക്കുകൾ ബാധകമാകും. 1000 രൂപയോ അതിൽ കൂടുതലോ പണമിടപാടുകൾക്ക് ഓരോ ഇടപാടിനും 2.50 രൂപയും 1 ലക്ഷം രൂപ വരെയുള്ള കൈമാറ്റങ്ങൾക്ക് 5 രൂപയും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലും 5 ലക്ഷം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് 15 രൂപയുമായിരിക്കും നിരക്ക് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്. ഇന്ത്യൻ റെയിൽവേയും ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ഇന്ത്യൻ റെയിൽവേ ഒന്നല്ല നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അവയിൽ ആദ്യത്തേത് ട്രെയിൻ ടിക്കറ്റുകളുടെ വർധനമാണ്. ഇതിൻ്റെ കീഴിൽ AC ഇതര മെയിൻ എക്സ്പ്രസ് ട്രെയിനുകളുടെ നിരക്ക് കിലോമീറ്ററിന് 1 പൈസയും AC ക്ലാസ് കിലോമീറ്ററിന് 2 പൈസയും വർദ്ധിക്കും. 500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റുകളുടെയും MSTയുടെയും വിലയിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ദൂരം 500 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ യാത്രക്കാരൻ കിലോമീറ്ററിന് 1/2 പൈസ കൂടുതൽ നൽകേണ്ടി വരും. തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിന് നിയമങ്ങളുടെ മാറ്റവുമായി ബന്ധപ്പെട്ടതാണ് റെയിൽവേയുടെ മറ്റൊരു മാറ്റം. ഈ മാറ്റപ്രകാരം 2025 ജൂലൈ 1 മുതൽ ആധാർ പരിശോധിച്ച ഉപയോക്താക്കൾക്ക് മാത്രമേ IRCT വെബ്സൈറ്റിലോ ആപ്പിലോ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. ഡൽഹിയിൽ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവർക്ക് വലിയൊരു മാറ്റം പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. ജൂലൈ 1 മുതൽ ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ പഴയ വാഹനങ്ങൾക്ക്, അതായത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇന്ധനം ലഭിക്കില്ല എന്നുള്ള വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രകാരം ജൂലൈ 1 മുതൽ കാലാവധി അവസാനിച്ച പഴയ വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ ഇന്ധനം ലഭിക്കില്ല. EOLൽ 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കുമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.